തൊമ്മകുത്ത് സെൻറ് തോമസ് കത്തോലിക്ക പള്ളിക്ക് മൂലയിൽ ബെന്നി എന്നയാൾ 5 സെൻറ്റ് സ്ഥലം നാരങ്ങാനം ഭാഗത്ത് ദാനമായി നൽകി. ആ സ്ഥലത്ത് 11-ാം തീയതി പള്ളിയുടെ നേതൃത്വത്തിൽ ഒരു കുരിശ് സ്ഥാപിച്ചിരുന്നു. അന്ന് തന്നെ വൈകിട്ട് 40 വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുരിശിൻ്റെ വഴിയും അവിടെ നടത്തിയുണ്ടായി. പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് ആ കുരിശ് അവിടുന്ന് നീക്കം ചെയ്യുകയും JCB ഉപയോഗിച്ചാണ് നീക്കം ചെയ്തത്. കുരിശിനെയൊക്കെ അവഹേളിക്കത്തക്ക വിധത്തിൽ അവർ കൈകാര്യം ചെയ്തു. അവർ നീക്കം ചെയ്തതിന് ശേഷമാണ് പള്ളിയിൽ വിവരം അറിയുന്നത്. മുൻകൂട്ടി നോട്ടീസോ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. ഈ സ്ഥലം പട്ടയമില്ലാത്ത സ്ഥലമാണ്. പക്ഷേ 65 വർഷമായിട്ട് ആൾക്കാർ കൈവശം വെച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് തന്നെ പഴക്കമുള്ള തെങ്ങുണ്ട്, നമ്പറിട്ട വീടുണ്ട്, കറണ്ട് കണക്ഷനുണ്ട്, കശുമാവ് നിൽപ്പുണ്ട്, പ്ലാവുണ്ട്. അപ്പോൾ കൃഷിഭൂമിയാണെന്ന് സംശയമൊന്നുമില്ല. എന്നാൽ ഈ സ്ഥലത്തു നിന്ന് 700 മീറ്റർ മാറിയാണ് ഫോറസ്റ്റിൻ്റെ ജണ്ട കിടക്കുന്നത്. അപ്പം ഇത്രയും പട്ടയമില്ല എന്നുള്ള കാരണത്താൽ കൈവശ ഭൂമിയിൽ കയറി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അനധികൃതമായിട്ടാണ് ഈ കുരിശ് മാറ്റിയിട്ടുള്ളത്. അതിലുള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അറിയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അന്ന് തന്നെ വൈകിട്ട് ശനിയാഴ്ച ഞങ്ങളൊരു പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ഞായറാഴ്ച രാവിലെ ഞായറാഴ്ചയാണെങ്കിലും ഇടവക പൊതുയോഗം കൂടി തുടർ നടപടികളെ പറ്റിയുള്ള ചർച്ച നടത്തി. ഞായറാഴ്ച തന്നെ വൈകിട്ട് തൊമ്മൻകുത്തിലുള്ള എക്കോൺ ടൂറിസം സെൻറ്ററിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയുണ്ടായി. ക്രൈസ്തവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഈ വലിയ ആഴ്ച. അതുകൊണ്ട് കൂടുതൽ പ്രതിഷേധ പരിപാടികൾക്ക് മുന്നിട്ടിറങ്ങാതെ കൂടുതൽ ഈ ഒരു ആഴ്ച അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഇനി മാറ്റിവെക്കുക. പല നേതാക്കന്മാരും ഇവിടെ വരികയുണ്ടായി, സ്ഥലത്തിൻ്റെ അവസ്ഥയെപ്പറ്റിയൊക്കെ പറയുകയുണ്ടായി. അവരെല്ലാം വളരെ പോസിറ്റീവായിട്ട് ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മളാരും അന്യായമായിട്ട് കയ്യേറിയതല്ല. നമുക്ക് ദാനമായി കിട്ടിയ കൈവശത്തിലുണ്ടായിരുന്ന സ്ഥലത്ത് തന്നെയാണ് കുരിശ് വെച്ചിരിക്കുന്നത്. അതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നീക്കം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തുടർ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. നിയമവശമെല്ലാം പഠിച്ച് തന്നെ. ഇതിൻ്റെ അതായത് നമുക്കിത് പട്ടയം അനുവദിച്ച് വിട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ പട്ടയം അനുവദിച്ച് കിട്ടാത്ത സ്ഥലമെല്ലാം ഫോറസ്റ്റിൻ്റെ മാറും. അങ്ങനൊരു സാധ്യതയുണ്ടോ? അടുത്തയിടെ ഹൈക്കോടതിയിൽ ഒരു ചോദ്യം വരികയുണ്ടായി. അതിന് കോടതി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചത് ജണ്ട എന്താണെന്നാണ്. അപ്പോൾ ഒരു കല്ലുകൊണ്ട് കെട്ടിയ ഒരു സാധാരണ പറഞ്ഞു. അതിൻ്റെ വനാതിർത്തിക്ക് പുറത്തേക്കുള്ള സ്ഥലവും അകത്തേക്കുള്ള സ്ഥലവും അതിർത്തി നിശ്ചയിക്കുന്നതാണെന്ന് കോടതി അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ജണ്ടയ്ക്ക് വെളിയിലേക്കുള്ള ഭാഗം അത് പൊതുജനങ്ങളുടെ സ്ഥലമാണ്. വനാതിർത്തി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ജണ്ടയുടെ ഉള്ളിലാണ്. അതുകൊണ്ട് ജണ്ടയ്ക്ക് വെളിയിൽ വന്നിരിക്കുന്നതുകൊണ്ട് ഈ സ്ഥലത്തിന് ഫോറസ്റ്റിന് അത്രയും അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കുകയും സംശയമുണ്ട്. ഈ സംഭവം നടക്കുമ്പോൾ അവിടെ പ്രദേശവാസികളോ നമ്മുടെ ഇടവക അംഗങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കാരണം അത് കുരിശ് ഒടിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമമായിരുന്നു അവർ നടത്തിയിരുന്നതെന്നാണ് കേൾക്കുന്നത്. അതെ, അവർ JCB ആയിട്ട് വന്നാണല്ലോ കുരിശ് എടുക്കുന്നത്. അപ്പോൾ ഇരുമ്പ് കുരിശായിരുന്നു, അതുകൊണ്ട് അത് ഓടിക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് പിന്നെ അത് മറിച്ചിട്ടിട്ട് എടുത്തുകൊണ്ടാണ് പോയത്.
സാധാരണ അവർ ചെയ്യാൻ കുരിശ് തകർക്കുക എന്നുള്ളതാണ്. അതിനുള്ള പരിശ്രമം നടത്തിയപ്പോഴാണ് ഇരുമ്പാണെന്നുള്ളത് മനസ്സിലാകുന്നത്. അതുകൊണ്ട് കുരിശ് കുറച്ച് കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്നാലും കുരിശ് തകർക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഈ പറഞ്ഞേക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണ്. നമുക്ക് ഇത് ഒരു കൈവശ അവകാശം പേപ്പർ നാട്ടുനടപ്പനുസരിച്ചുള്ള പേപ്പർ നമ്മളതിലുണ്ട്. പട്ടയം ഇല്ലാത്ത സ്ഥലത്തിന് കൈവശ രേഖയാണുള്ളത്. ആ എഴുതി തരുന്ന ആള് അത് മുദ്രപത്രത്തിൽ എഴുതി തന്നിട്ടുണ്ട്. ആ ഒരു രേഖ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്.